മഹാത്മാഗാന്ധിയെ അപമാനിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഗാന്ധിജിയുടെ ഘാതകനായ ഗോഡ്സെയുടെ പിന്മുറക്കാരനായ മോദിയുടെ വാക്കുകൾ ഇന്ത്യൻ ചരിത്രം അറിയാത്തതുകൊണ്ടാണെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സിബി ചേരുന്നു. സിബി, വളരെ വലിയ ഒരു ഗാന്ധി നിന്ദ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പൊതുസമൂഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്. എല്ലാ ഭാഗത്തു നിന്നും പ്രതികരണമുണ്ടായിരിക്കുന്നു. കോൺഗ്രസ് അടക്കം ഇക്കാര്യത്തിൽ എന്താണ് പറയുന്നത്? ഷമ്മി, തീർച്ചയായും ഇന്നലെയാണ് നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നും മഹാത്മാഗാന്ധിയെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശമുണ്ടായത്. ഇതിനെതിരെല്ലാതിനെയും വളരെ രൂക്ഷമായ രീതിയിലുള്ള പരാമർശവും വിമർശനവും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാവ് ജയറാം രമേശും രാഹുൽ ഗാന്ധിയും അടക്കമെല്ലാതിനെയും രംഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മഹാത്മാഗാന്ധിയുടെ പൈതൃകം നശിപ്പിക്കുകയാണ് നരേന്ദ്രമോദി എന്നുള്ള ഒരു രൂക്ഷമായ വിമർശനമാണ് കോൺഗ്രസ് നേതാവായ ജയറാം രമേശ് ഇന്നിപ്പോൾ രാവിലെ പ്രതികരിച്ചത്. 1982 മുൻപ് മഹാത്മാഗാന്ധിയെ അംഗീകരിക്കാതിരുന്ന ഏത് ലോകത്താണ് നരേന്ദ്രമോദി ജീവിച്ചതെന്നും അദ്ദേഹം ചോദിക്കുന്നു. അതുകൂടാതെ മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യം ആരെങ്കിലും നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ BJPയുമാണെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. കൂടാതെ ഈ വാരണാസിയിലും ദില്ലിയിലും എല്ലാം തന്നെയും അഹമ്മദാബാദിലെല്ലാം തന്നെയും മഹാത്മാഗാന്ധിയുടെ ഈ പ്രതിമ അടക്കമെല്ലാം തന്നെയും തകർത്തത് RSSും BJPയുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മഹാത്മാഗാന്ധിയുടെ ദേശീയത ഒരിക്കലും BJP അംഗീകരിക്കുന്നില്ല. അവരുടെ ഈ RSSന്റെ പ്രത്യയശാസ്ത്രം സൃഷ്ടിച്ച ഒരു അന്തരീക്ഷമാണ് നാഥുറാം ഗോഡ്സെയെ മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്താൻ വേണ്ടി പ്രേരിപ്പിച്ചതെന്നും ഇത്തരത്തിൽ ജയറാം രമേശ് പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെ രൂക്ഷമായ രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് ജയറാം രമേശിൻ്റെ ഭാഗത്തുണ്ടായത്. അതുകൂടാതെ രാഹുൽ ഗാന്ധി ശക്തമായ രീതിയിലുള്ള പ്രതികരണവുമായി മുന്നോട്ട് വരുന്നു. ഈ ചില പരിഹാസം, അതായത് കൃത്യമായ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരാളുടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരാളുടെ സർട്ടിഫിക്കറ്റ് ഈ ഒരു കാര്യത്തിൽ ആവശ്യമില്ല എന്നുള്ളതിനെയും രാഹുൽ ഗാന്ധിയും പ്രതികരിക്കുന്നു. എന്തായാലും 2024 ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ ഭക്തരും നാഥുറാം ഗോഡ്സെയുടെ ഭക്തരും തമ്മിലുള്ള പോരാട്ടമാണെന്നും കോൺഗ്രസ് പ്രതികരിക്കുന്നു. അങ്ങനെ വളരെ രൂക്ഷമായ രീതിയിലാണ് ഈ ഒരു പ്രസ്താവനയെ കോൺഗ്രസും മറ്റുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നോക്കിക്കാണുന്നത്. നമുക്കറിയാം, ഇന്നലെയാണ്, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു വിവാദമായ പരാമർശം നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഒരു മാധ്യമത്തിന് നൽകിയ ഒരു ഇതിലായിരുന്നു കൃത്യമായി ഇത്തരത്തിൽ ഈ ഗാന്ധിജിയെ അറിഞ്ഞത് 1982 ശേഷം ഗാന്ധി എന്ന സിനിമ പുറത്തിറങ്ങിയ ശേഷമാണ് മഹാത്മാഗാന്ധിയെക്കുറിച്ച് ലോകം അറിഞ്ഞു തുടങ്ങിയെന്നെല്ലാം തന്നെയും ഈ മോദി പരാമർശിക്കുന്ന ഒരു ഘട്ടമുണ്ടായത്. എന്തായാലും ഇതിനെതിരെ രൂക്ഷമായ വിമർശനം ഇപ്പോൾ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു കഴിഞ്ഞു. പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കം വിവിധ നേതാക്കൾ രൂക്ഷമായി രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. രാഹുൽ ഗാന്ധിയും ജയറാം രമേശും എല്ലാം തന്നെയും ഇപ്പോൾ പരസ്യമായി പ്രതികരണവുമായി വരുന്നു. ഇനി കൂടുതൽ നേതാക്കൾ ഇതിനെതിരെ പ്രതികരിക്കുകയും രാജ്യവ്യാപകമായി എല്ലാ തലത്തിലും പ്രത്യേകിച്ച് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നിന്ദിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഒരു പ്രചരണ ആയുധമാക്കുന്ന രീതിയിൽ നരേന്ദ്രമോദി ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തുമ്പോൾ സ്വാഭാവികമായും അത് എല്ലാ വിഭാഗം ജനങ്ങളും വളരെ വലിയ രീതിയിലുള്ള ഒരു വിമർശനവും പരാമർശവുമാണ് ഇതിനെതിരെ നടത്തിയിരിക്കുന്നത്. ഷമ്മി, സിബി, അദ്ദേഹം പ്രധാനമന്ത്രി ഓരോ മാധ്യമങ്ങൾക്കും ഓരോ ദിവസം ഇൻ്റർവ്യൂ കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ തൻ്റെ ഇൻ്റർവ്യൂകൾ അല്ലെങ്കിൽ തൻ്റെ അഭിമുഖങ്ങൾ ജനങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഓരോ തവണയും അദ്ദേഹം ഓരോരോ വിഷയങ്ങളിൽ കയറി പിടിക്കുകയും സാമാന്യ ബോധ്യത്തിന് ജനങ്ങൾക്ക് മനസ്സിലാകാത്ത തരത്തിൽ അല്ലെങ്കിൽ അതിന് വിരുദ്ധമായ ഒരു പോയിന്റിലേക്ക് തൻ്റെ ചർച്ച കൊണ്ടുപോവുകയും അതുവഴി ജനശ്രദ്ധ തന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പല ആൾക്കാരും ചൂണ്ടിക്കാട്ടുന്നത്. നമ്മൾ ആദ്യം മുതൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാകും. മംഗല്യസൂത്ര തൊട്ട് ഓരോരോ കാര്യങ്ങളിൽ അദ്ദേഹം എടുത്തിട്ടുള്ള സമീപനങ്ങൾ, ഇതിപ്പോൾ രാഷ്ട്രപിതാവിനെ തന്നെ അദ്ദേഹം ഈ രീതിയിൽ അതായത് താൻ പ്രധാനമന്ത്രിയായതിനു ശേഷമാണ് ഇന്ത്യ എന്ന രാജ്യം ഉണ്ടായത് എന്ന ബോധ്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും. അതിപ്പോൾ നെഹ്റുവിനെ തള്ളി പറയുന്ന കാര്യത്തിലാണെങ്കിലും ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ഓരോ ചരിത്രത്തെയും ഇല്ലാതാക്കിക്കൊണ്ട് അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രധാനമന്ത്രി സ്വീകരിക്കുന്നത് ഇവിടെയും സമാനമായ സാഹചര്യമല്ലേ?
തീർച്ചയായും ഷമ്മി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ശ്രമിക്കുന്നത് തനിക്ക് ശേഷമാണ് ഇന്ത്യ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിഫലനം ഉണ്ടാക്കുന്നതിനാണ് നരേന്ദ്രമോദി ലക്ഷ്യം. പ്രത്യേകിച്ച് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ക്യാമ്പയിൻ ഘട്ടത്തിലും ഇത്തരത്തിൽ നരേന്ദ്രമോദിയിലേക്ക് അല്ലെങ്കിൽ തന്നിലേക്ക് മാത്രം ശ്രദ്ധ ആകർഷിക്കുക എന്നൊരു ലക്ഷ്യത്തോടെ പല വിവാദ പരാമർശങ്ങളും അദ്ദേഹം ബോധപൂർവ്വം നടത്തുന്നു. പ്രത്യേകിച്ച് ചരിത്രത്തെ വളച്ചൊടിക്കുന്നു. അങ്ങനെ എല്ലാ രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ ഏറെ വിവാദമായിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ മാസമാണ് നമുക്കറിയാം ഈ നരേന്ദ്രമോദിയുടെ മറ്റൊരു വലിയ വിവാദമായ പ്രസ്താവന ഉണ്ടായത്. തൻ്റെ ജന്മം ജൈവികമല്ല, തൻ്റെ അമ്മ മരിച്ചതിന് ശേഷമാണ് തനിക്കത് ബോധ്യപ്പെട്ടത്. താൻ ദൈവത്തിന് വേണ്ടി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പ്രതിപുരുഷനാണെന്ന രീതിയിൽ എല്ലാം തന്നെയും അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പരാമർശം നടത്തുന്നു. തന്നിലുള്ള ഊർജ്ജം സാധാരണ മനുഷ്യനിലുള്ള ഊർജ്ജമല്ല, പ്രത്യേകിച്ച് ഒരു ദൈവിക ശക്തിയാണെന്നെല്ലാം തന്നെയും സ്വയം ആൾദൈവമായി മാറുന്ന ഒരു ഘട്ടം കൂടി, അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാമർശം കൂടി നരേന്ദ്രമോദിയുടെ ഭാഗത്തുണ്ടാകുന്നു. അങ്ങനെ ഏറെ വിവാദമാകുന്ന, അല്ലെങ്കിൽ ഏറെ താൻ തന്നെ സ്വയം ആൾദൈവമാകുന്ന ഒരു രീതിയിലേക്ക് നരേന്ദ്രമോദി മാറുന്നു. ഓരോ ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ വിവാദമായ പരാമർശങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ നെഹ്റുവിനെതിരെ നേരത്തെ പരാമർശമുണ്ടായി, പിന്നീട് ആൾദൈവമാണെന്നുള്ളൊരു പരാമർശം ഉണ്ടാകുന്നു. പിന്നീട് ഇപ്പോൾ മഹാത്മാഗാന്ധിയെ തന്നെ ഇത്തരത്തിൽ വിമർശിക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നു. അങ്ങനെ എല്ലാ രീതിക്കും നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മോദി ഗിമ്മിക്സുകൾ ഇങ്ങനെ ഓരോ ദിനങ്ങളിലും ഓരോരോ ചാനലുകളായി വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ദേശീയ മാധ്യമങ്ങളിലെല്ലാം തന്നെയും ഓരോ ദിവസവും പ്രത്യേകമായ ഇൻ്റർവ്യൂ നൽകുന്നു. ആ ഇൻ്റർവ്യൂവിലെല്ലാം തന്നെയും ഓരോ ഇത്തരത്തിലുള്ള വിവാദമായ പരാമർശങ്ങൾ ബോധപൂർവ്വം നടത്തുന്നു. നമുക്കറിയാം ഇനിയിപ്പോൾ ഇന്ന് വൈകിട്ട് മുതൽ ഇനി കന്യാകുമാരിലായിരിക്കും മോദിയുടെ മറ്റ് ഗിമ്മിക്സ് നടക്കാൻ പോകുന്നത്. കന്യാകുമാരിയിൽ ഇനിയിപ്പോൾ ഇന്ന് വൈകിട്ട് മുതൽ ജൂൺ 1-ാം തീയതി വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം വരെ അദ്ദേഹം കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനം ഇരിക്കാൻ പോകുന്നു. 2019 സമാനമായ രീതിയിൽ അദ്ദേഹം കേദർനാഥിൽ ധ്യാനത്തിലിരുന്നു. അന്ന് ഉത്തരാഖണ്ഡിലെ പഹാഡ വേഷമൊക്കെ ധരിച്ച് അദ്ദേഹം ഇരുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അങ്ങനെ ചില മോദി ഗിമ്മിക്സുകൾ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെല്ലാം തന്നെയും കൊണ്ടുവരുന്നത് സാധാരണ അല്ലെങ്കിൽ ഒരു പുതിയ സംഭവമല്ല, അത് പലപ്പോഴും മോദി അത് ആവർത്തിക്കുന്നതുമാണ്. എന്തായാലും അതേ ഗിമ്മിക്സുകൾ ഈ ഒരു 2024 ആവർത്തിക്കുന്നു. അതിനും വിരുദ്ധമായി അദ്ദേഹം ചരിത്രത്തെ മറക്കുകയും ചരിത്രത്തെ വളച്ചൊടിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഈ മഹാത്മാഗാന്ധിയുടെ മഹാത്മാഗാന്ധി അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശം അദ്ദേഹം നടത്തിയതെന്ന് വേണം നമുക്ക് നോക്കി കാണാൻ ഷമ്മി.